വർഷങ്ങൾ പഴക്കമുള്ള ഒരു കോളേജ് വൈരാഗ്യം ഒരു യുവാവിന്റെ ജീവൻ എടുക്കുകയും അത് സമർത്ഥമായി ഒരു വാഹന അപകടമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്ത ഞെട്ടിക്കുന്ന സംഭവത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഒടുവിൽ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും സമാന്തര അന്വേഷണങ്ങൾക്കും ഒടുവിൽ ആ ആസൂത്രിത കൊലപാതകത്തിലെ പ്രതിക്ക് കോടതി കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പെരിങ്ങനാട് മുണ്ടപ്പള്ളി പാറക്കൂട്ടം രമ്യാലയത്തിൽ ജിതിൻ എന്ന പ്രതിയാണ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെക്ഷൻ കോടതി 10 വർഷം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴ ഒടുക്കാനും ശിക്ഷിച്ചത്. കൊല്ലപ്പെട്ടത് അടൂർ കടമ്പനാട് ഇടക്കാട് ജെ വില്ലിയിൽ ജാഫേദ് കോഷിയുടെ മകൻ ജെഫിനാണ്. തന്റെ ജൂനിയർ വിദ്യാർത്ഥിയായിരുന്ന ജെഫിനോടുള്ള വൈരാഗ്യം തീർക്കാൻ കൃത്യമായ ആസൂത്രണത്തോടെ പ്രതി നടത്തിയ കൊലപാതകം ഒരു സാധാരണ വാഹന അപകടമായി എഴുതി തള്ളപ്പെടേണ്ടതായിരുന്നു. എന്നാൽ സത്യം പുറത്തു വരണമെന്ന ജെഫിന്റെ പിതാവിന്റെ നിശ്ചയദാർഢ്യമാണ് ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവായത്. കോടതി വിധിച്ച 2 ലക്ഷം രൂപ പിഴത്തുക പ്രതി ഒടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അധികമായി 2 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. ഇതിലുപരിയായി ഈ പിഴത്തുക പൂർണ്ണമായി മരണപ്പെട്ട ജെഫിന്റെ മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരമായി നൽകാനും വിധിയിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു യുവാവിന്റെ നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ലെങ്കിലും നീതി നടപ്പായി എന്ന ആശ്വാസം ജെഫിന്റെ കുടുംബത്തിന് ഈ വിധി നൽകുന്നുണ്ടാവാം. 2013 ഡിസംബർ 23 വൈകിട്ട് 6:30 നാട്ടിനെ നടുക്കിയ സംഭവം നടന്നത്. അടൂർ കടമ്പനാട് റോഡിൽ മണക്കാല സെമിനാരിപ്പടിയിൽ വെച്ചാണ് എല്ലാം തുടങ്ങിയത്. തന്റെ ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തി ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ജെഫിൻ.